നമസ്തേ. ശ്രീഭദ്ര വാസ്തുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിവിടെ പറയുന്നത് വാസ്തുശാസ്ത്രത്തെക്കുറിച്ചാണ്. മനുഷ്യ നന്മയ്ക്കായി പൂർവികരായ ആചാര്യന്മാർ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള വാസ്തുശാസ്ത്രം മാനവരാശിക്ക് നിത്യജീവിതത്തിൽ എങ്ങനെയൊക്കെ സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. വലിയ കൊട്ടാരങ്ങളും അതേപോലെയുള്ള വലിയ കെട്ടിടങ്ങളും നഗരാസൂത്രണത്തിനും വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇന്ന് കാണുന്ന ചെറിയ ഭവനങ്ങളെ കുറിച്ചൊന്നും വാസ്തുശാസ്ത്രത്തിൽ വിവരിക്കുന്നില്ല. അതിൻ്റെ അടിസ്ഥാന തത്വങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ന് നിലവിലുള്ള വാസ്തുശാസ്ത്രത്തെ പിന്നീട് വന്ന ആചാര്യന്മാർ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും. വാസ്തുശാസ്ത്രം സൂക്ഷ്മതയോടെയും കൃത്യതയോടെയും പാലിക്കപ്പെടേണ്ട ഒരു ശാസ്ത്രമായതിനാൽ അതിൽ കുറെ ഈശ്വരീയ സങ്കല്പങ്ങളും കുറെ വിശ്വാസങ്ങളും കുറെ അന്ധവിശ്വാസങ്ങളും കടന്നുകൂടിയിട്ടുണ്ട്. ഹസ്തരേഖ, ജ്യോതിഷം, വാസ്തുശാസ്ത്രം ഇതിൻ്റെ എല്ലാം ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് ഇതിൻ്റെ ശാസ്ത്രീയത മനസ്സിലാക്കുവാൻ കഴിയും. ഹസ്തരേഖ നമ്മുടെ കൈരേഖ നോക്കി ഒരാളുടെ ജീവിത നിലവാരത്തെ പറയാൻ കഴിയും. പക്ഷേ അതിൻ്റെ കൈരേഖകളെ നമുക്ക് മാറ്റിയെടുക്കുവാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെയാണ് ജ്യോതിഷം. ജനന സമയത്തെ ഗ്രഹസഞ്ചാരം അനുസരിച്ച് ഒരാളുടെ ജനനം മുതൽ മരണം വരെയുള്ള കാര്യങ്ങളെ നമുക്ക് അറിയുവാൻ കഴിയും എന്ന് കരുതി ഗ്രഹസഞ്ചാരത്തെ മാറ്റി നമുക്ക് ജീവിതഗതിയെ മാറ്റുവാൻ സാധിക്കില്ല. എന്നാൽ വാസ്തുശാസ്ത്രം നിർമ്മാണത്തിൽ വന്നിട്ടുള്ള പാകപ്പിഴകൾ പരിഹരിച്ച് അതിനെ നല്ല നിലയിലാക്കിയെടുക്കുവാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. അതാണ് വാസ്തുശാസ്ത്രത്തിൻ്റെ പ്രത്യേകത. എന്താണ് വാസ്തുശാസ്ത്രമെന്ന് നമുക്ക് നോക്കാം. അഥർവവേദത്തിൻ്റെ ഉപവേദമായ സ്ഥാപത്യവേദത്തിലാണ് വാസ്തുശാസ്ത്രത്തെക്കുറിച്ച് വിവരിക്കുന്നത്. വാസ്തു എന്ന പദം തന്നെ സംസ്കൃതത്തിൽ നിന്നും ഉത്ഭവിച്ചിട്ടുള്ളതാണ്. വസ് എന്നാൽ വസിക്കുക എന്നും വാസ്തു എന്നാൽ വസിക്കാനുള്ള ഇടം എന്നേയുള്ളൂ. എല്ലാ മനുഷ്യരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ആരോഗ്യത്തോടെയും ജീവിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് വാസ്തുശാസ്ത്രം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക എന്നതാണ്. അതായത് പ്രകൃതിയുടെ സന്തുലനാവസ്ഥ നിലനിർത്തിക്കൊണ്ട് ജീവിക്കുക. അതാണ് വാസ്തുശാസ്ത്രം പറയുന്നത്. മനുഷ്യനൊഴികെയുള്ള മറ്റു ജീവജാലങ്ങളിലെല്ലാം തന്നെ അവർ പ്രകൃതിയോട് ഇണങ്ങി തന്നെയാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രകൃതിയുടെ ഓരോ ചലനങ്ങളും അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. എന്തിനേറെ പറയുന്നു, പ്രകൃതിയിലെ ദുരന്തങ്ങൾ വരെ അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നു എന്നുള്ളതാണ്. പ്രകൃതി നമുക്ക് എന്തെല്ലാം നൽകിയിട്ടുണ്ടോ അതിനും പുറമേ മനുഷ്യൻ ഉപയോഗിക്കാൻ വേണ്ടി നിർമ്മിക്കുന്ന ഏതൊരു വസ്തുവും പ്രകൃതിയുടെ സന്തുലനാവസ്ഥ നിലനിർത്തിക്കൊണ്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ അത് ഉപയോഗിക്കുന്നവന് ശാന്തിയും സമാധാനവും സന്തോഷവും ആരോഗ്യവും ലഭിക്കുകയുള്ളൂ എന്നതാണ്. മനുഷ്യൻ ഉപയോഗിക്കാൻ വേണ്ടി നിർമ്മിക്കുന്ന വസ്തുവിൻ്റെ രൂപകൽപ്പന, നിർമ്മാണം, ഉപയോഗം ഇവയെക്കുറിച്ചെല്ലാം അറിവ് നൽകുന്ന ശാസ്ത്രമാണ് വാസ്തുശാസ്ത്രം. പഞ്ചഭൂതങ്ങളിൽ സൂര്യന് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് വാസ്തുശാസ്ത്രം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. സൂര്യനെ അടിസ്ഥാനപ്പെടുത്തി എന്ന് പറയുമ്പോൾ തന്നെ അതിലെ പ്രഭാത സൂര്യൻ്റെ രശ്മികൾക്ക് തന്നെയാണ് പ്രാധാന്യം. അതുകൊണ്ട് തന്നെയാണ് മുൻകാലങ്ങളിൽ നമ്മുടെ പൂർവികർ പ്രഭാതത്തിൽ സൂര്യനെ വണങ്ങുന്ന നിത്യകാഴ്ചകൾ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് അതൊന്നും തന്നെ കാണാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ ഗൃഹനിർമ്മാണത്തിനായി ഒരു തിരഞ്ഞെടുക്കുന്ന ഭൂമി അല്പം കിഴക്കോട്ടോ വടക്കോട്ടോ ചരിവുള്ള ഭൂമി ഉത്തമമാണെന്ന് പൊതുവിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിൻ്റെ കാരണം എന്താണ്? പ്രഭാതരശ്മികൾ പതിക്കുന്ന ഭൂമി എന്ന് തന്നെയാണ് വാസ്തുശാസ്ത്രത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്. ഒരു ഗൃഹം നിർമ്മിക്കുന്നുവെങ്കിൽ
വടക്ക് ദർശനമായ തെക്കിനി ഗൃഹം നിർമ്മിക്കാമെന്നും അല്ലാത്തപക്ഷം കിഴക്ക് ദർശനമായ പടിഞ്ഞാറ്റിനി ഗൃഹം നിർമ്മിക്കാമെന്നും സൂചിപ്പിക്കുന്നു. ഇതിന്റെ എല്ലാം കാരണം തന്നെ പ്രഭാത സൂര്യന്റെ രശ്മികൾ പതിക്കുന്ന ഇടം എന്നേയുള്ളൂ. ഇങ്ങനെയുള്ള ഭൂമി എല്ലാവർക്കും ലഭിക്കണമെന്നില്ല. കാരണം കേരളത്തിന്റെ സ്ഥിതി അങ്ങനെയാണ്. കുന്നും മലകളുമായി കയറിയും ഇറങ്ങിയുമുള്ള ഭൂമിയാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ട് എല്ലാവർക്കും ഇങ്ങനെയുള്ള ഭൂമികൾ ലഭിക്കണമെന്നില്ല. അങ്ങനെയുള്ള അവസരത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വാസ്തുശാസ്ത്രത്തിൽ നിർദ്ദേശിക്കുന്ന മറ്റു മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് അവിടെ ഗൃഹനിർമ്മിതി ചെയ്യുക. അതേ നമുക്കിവിടെ ചെയ്യാൻ കഴിയുള്ളൂ. വാസ്തുശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ള ഉത്തമ ഭൂമികളെ പറ്റി നമുക്കൊന്ന് നോക്കാം. കിഴക്ക് താഴ്ന്ന് പടിഞ്ഞാറ് ഉയർന്ന ഭൂമിയെ ഗോവീതി എന്നാണ് പറയപ്പെടുന്നത്. ഗോവീതി എല്ലാവിധ അഭിവൃദ്ധികളെയും സൂചിപ്പിക്കുന്നുവെന്നാണ്. അതുപോലെ തെക്കുയർന്ന് വടക്ക് താഴ്ന്ന ഭൂമിയെ ഗജവീതി എന്നാണ് അറിയപ്പെടുന്നത്. അത് ധനസമൃദ്ധിയാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തെക്കും ഉയർന്ന് പടിഞ്ഞാറും ഉയർന്ന ഭൂമിയെ ധാന്യവീതി എന്നാണ് അറിയപ്പെടുന്നത്. ഇത് എല്ലാ അഭിവൃദ്ധികളെയും സൂചിപ്പിക്കുന്നു എന്നാണ്. അതേപോലെ തെക്ക് താഴ്ന്ന് വടക്കുയർന്ന ഭൂമിയെ യമവീതി എന്നാണ് അറിയപ്പെടുന്നത്. അത് മരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ പടിഞ്ഞാറ് താഴ്ന്ന് കിഴക്കുയർന്ന ഭൂമിയെ ജലവീതി എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ധനനാശത്തെയും പുത്രനാശത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ കിഴക്ക് വടക്കുയർന്ന് തെക്ക് പടിഞ്ഞാറ് താഴ്ന്ന ഭൂമിയെ ഭൂതവീതി എന്നാണ് അറിയപ്പെടുന്നത്. ഇത് സർവനാശത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ പലവിധ ഭൂമികളെ പറ്റിയും ശാസ്ത്രത്തിൽ വിവരിച്ചിട്ടുണ്ട്. ഗൃഹനിർമ്മിതിക്കായി ഒരു ഭൂമി തിരഞ്ഞെടുക്കുമ്പോൾ അല്പം കിഴക്കോട്ടോ വടക്കോട്ടോ ചരിവുള്ള ഭൂമി ഉത്തമമെന്ന് തന്നെ ഇവിടെ സൂചിപ്പിക്കാം. അത് ആ ഭൂമിയുടെ കിഴക്ക് ഭാഗത്തോ വടക്ക് ഭാഗത്തോ ജലസാന്നിധ്യം കൂടി ഉണ്ടെങ്കിൽ അത് ഉത്തമ ഭൂമി എന്ന് തന്നെ പറയാം. അപ്പോൾ കിഴക്ക് ഭാഗത്തൊരു വയലുള്ള ഭൂമിയാണെങ്കിൽ ഉത്തമമായിരിക്കും. വടക്ക് ഭാഗത്ത് ഒരു വയലോ നദിയോ തോടോ ഉണ്ടെങ്കിൽ അതും ഉത്തമമെന്ന് തന്നെ പറയാം. എല്ലാവർക്കും ഇങ്ങനെയുള്ള ഭൂമികൾ ലഭിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ വാസ്തുശാസ്ത്രത്തിൽ നിർദ്ദേശിക്കുന്ന മറ്റ് ഘടകങ്ങളെല്ലാം തന്നെ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ ഭൂമി തിരഞ്ഞെടുക്കുമ്പോൾ നിരവധി ഭൂപരീക്ഷകളൊക്കെ നടത്താനും വാസ്തുശാസ്ത്രം നിർദ്ദേശിക്കുന്നുണ്ട്. അത് നമുക്ക് പ്രായോഗികമല്ല. കാരണം 5 സെന്റ് 10 സെന്റ് വസ്തുക്കൾ വാങ്ങിക്കുന്നവർക്ക് ഈ ഭൂപരീക്ഷകളൊക്കെ നടത്തിക്കൊണ്ട് ഗൃഹനിർമ്മിതി ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ബാക്കിയുള്ള ഘടകങ്ങളെയൊക്കെ നമ്മൾ ശ്രദ്ധാപൂർവം പാലിക്കപ്പെടേണ്ടത് ആവശ്യമാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഗൃഹനിർമ്മാണത്തിന് ചിതൽപുറ്റുള്ള ഭൂമി, ചതുരശ്രമല്ലാത്ത ഭൂമി ഇതെല്ലാം ഒഴിവാക്കപ്പെടേണ്ട വസ്തുക്കളാണെന്നാണ് വാസ്തുശാസ്ത്രത്തിൽ വിവരിക്കുന്നത്. എങ്കിൽ പോലും ഈ കാലഘട്ടത്തിൽ നമുക്ക് ചതുരശ്രമല്ലാത്ത ഭൂമിയെ ചതുരശ്രമാക്കാനും ചിതൽപുറ്റുള്ള ഭൂമിയെ നമുക്ക് ചിതൽ നിവാരണി മറ്റു മരുന്നുകളൊക്കെ തളിച്ചുകൊണ്ട് നമുക്കതിനെ ഉത്തമമാക്കിയെടുക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഭൂമിയുടെ ലഭ്യതക്കുറവ് പ്രധാന കാരണമാണ്. ഇങ്ങനെ നിരവധി ഘടകങ്ങൾ വാസ്തുശാസ്ത്രത്തിൽ വിവരിക്കുന്നുണ്ട്. മിക്കവാറുമുള്ള ദോഷങ്ങളുള്ള ഭൂമിയെ നമുക്ക് പരിഹരിക്കപ്പെടുവാൻ സാധിക്കുമെന്നുള്ളതാണ്. അല്ലാത്തവ ഉപേക്ഷിക്കാനും വാസ്തുശാസ്ത്രം നിർദ്ദേശിക്കുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ വാസ്തുശാസ്ത്രപരമായി ചിന്തിക്കുമ്പോൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഭൂമിയെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. തുടർന്നും ഇതുപോലെയുള്ള വീഡിയോകൾ ഉണ്ടാകും. ഇങ്ങനെയുള്ള അറിവുകൾ നേടുവാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നത് വരെ നിങ്ങൾക്കെൻ്റെ നമസ്കാരം.